തയ്യാറാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തേങ്ങ അരച്ച ചമ്മന്തിയുടെ റെസിപ്പിയാണ്. തേങ്ങ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് അരമുറി തേങ്ങ നല്ലതുപോലെ തന്നെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 4-5 ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില തണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനായിട്ട് പുളി എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി എടുത്താൽ മതിയാകും. അതുപോലെ മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇത് മൊത്തത്തിൽ ഞാനിപ്പോ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ തോരന് ചതച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ ഇതൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. ചമ്മന്തിക്ക് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഇതാണ് ചമ്മന്തിയുടെ കറക്റ്റ് പരുവം. ഇനി അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ച് തന്നെ വെളിച്ചെണ്ണയും ചമ്മന്തിയും ഒരുപോലെ ആകുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൈ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സാധാരണ നമ്മൾ വീട്ടില് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് അമ്മിക്കല്ലില് ചമ്മന്തി അരച്ചെടുക്കുവാണെങ്കിൽ ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പൊ ചമ്മന്തി ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ചോറിന്റെ കൂടെ ഈ ചമ്മന്തി മാത്രം മതി, വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. കറികളില്ലാത്ത ദിവസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചമ്മന്തിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.